എനിക്കൊരു കാര്യം ചോദിക്കാണ്ട് എനിക്ക് എനിക്കൊരു കാര്യം ചോദിക്കാണ്ട് എനിക്ക് ഇപ്പൊ ആദ്യരാത്രി എന്ത് കാര്യം ചോദിക്കാനാ? അനുപേട്ട, നിങ്ങൾ ഇന്നലെ തിരുവനന്തപുരത്ത് ആരുടെ കൂടെ പോയത്? നിനക്കൊന്നില്ലേ? നിങ്ങൾ ഇന്നലെ ആരുടെ കൂടെ തിരുവനന്തപുരത്ത് പോയതെന്ന് ഞാൻ പറഞ്ഞില്ലേ സാറിന്റെ കൂടെ പോയെന്ന്. സാറിന്റെ കൂടെ അല്ല, അതെനിക്ക് ഉറപ്പാണ്. നിന്റെ പ്രശ്നം എന്താ? എന്റെ പ്രശ്നം ഇതാണ്. ഈ ക്ലിപ്പ് എന്റെ അല്ല. ഇത് ആരുടെ ക്ലിപ്പ്? ഇത് നിങ്ങളുടെ ഓഫീസിലെ 100 പ്രാവശ്യം വിളിക്കണ ശ്വേതയുടെ അല്ലേ? ഇതിലവരുടെ പെർഫ്യൂമിന്റെ സ്മെല്ലുണ്ട്. ഇത് നിങ്ങളുടെ കാറിൽ നിന്ന് കിട്ടിയതാണ്. ആരുടെയാണത്? നിനക്ക് ഭ്രാന്താണ്, ഉറങ്ങാൻ സമ്മതിക്കില്ല. അനുപേട്ട പ്ലീസ്, അനുപേട്ട പറഞ്ഞിട്ട് പോയാ മതി. നിങ്ങൾ പറഞ്ഞിട്ട് പ്ലീസ് അനുപേട്ട. ഭ്രാന്താവുണ്ട്. ഓരോ കാര്യം ഒപ്പിച്ച് വെച്ചേക്ക. മനുഷ്യന്റെ സമാധാനം കളഞ്ഞിട്ട് കിടന്ന് ഉറങ്ങാം. എവിടേക്കോ ഏതൊക്കെയോ പെമ്പിളരെയും കൊണ്ട് കറങ്ങണ്ട്. ഒന്നും മനസ്സിലാവില്ല എന്നാണ് വിചാരം തോന്നണേ. ശരിയാക്കി കൊടുക്കണ്ട്. ഇത്തിരിയല്ലേ കഴിച്ചുള്ളൂ. ഇത് കഴിക്കൂ. നീ നിന്റെ പപ്പേനെ പോലെ ആവരുത് കേട്ടോ. ആ എന്താണ് ഈ കാലത്തന്നെ? ഇല്ലല്ലേ, ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ വരെ വന്നപ്പോ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചു. ഓ ശരി. അനുപേട്ട, അപ്പൂസും ചേച്ചി എവിടെ? അപ്പൂസകത്തുണ്ട്. ഒന്ന് കണ്ടിട്ട് വരാളിയാ. ആ ശരി. ചേച്ചി, അപ്പൂസേ, സുന്ദരക്കുട്ടൻ ദോശ കഴിക്കോ? നീ ചോദിച്ചോ? ശാലിനി ഇത് കൊടുക്കട്ടെ. കൊടുക്കാൻ ചേച്ചി. ഇപ്പൊ വരെ ഇവിടെ വന്നേ. എന്താ ഇങ്ങോട്ട് വരാൻ വാ. എന്താ ചേച്ചി? എന്താ ഇതൊരു ചോദിക്കാൻ? എന്നോട് ചോദിക്കാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശാലിനി ഇപ്പൊ എങ്ങനെ ചോദിക്കാനാ? അവൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. എനിക്കറിയില്ല. നീ ചോദിച്ചു പറ്റുമനു. ചേച്ചി ഇതൊരു നിസ്സാര കാര്യല്ലേ? ഇതൊക്കെ ചോദിക്കേണ്ട എല്ലാ ആവശ്യം എന്താ? നിസ്സാര കാര്യം? നിനക്കത് നിസ്സാര കാര്യമായിരിക്കും, പക്ഷെ എനിക്കത് നിസ്സാര കാര്യമല്ല. ചേച്ചിക്ക് ഉറപ്പല്ലേ ഈ ക്ലിപ്പ് ചേച്ചിയില്ലല്ലോ? എടാ ഞാൻ പറഞ്ഞില്ലേ, അല്ല. നീ പോയി ചോദിക്കും. എന്താടാ? അല്ല അത് പിന്നെ ചേച്ചി ഇന്നലോട്ട് വിളിക്കണതാ. അല്ല എൻ്റെ കാറിന്ന് എന്തൊരു ക്ലിപ്പ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങനെ കിടത്തി ഉറക്കിയിട്ടില്ല അളിയ. എന്റെ പൊന്നളിയ, ഞാൻ ഇന്നലെ വീട്ടിൽ വന്ന സമയം മുതൽ അവിടെ തുടങ്ങിയതാണ്. ഒരു സമാധാനം എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ഓരോ കാരണങ്ങളും പറഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ.
രാത്രി ഒന്നും ഉറങ്ങാൻ പോലും സമ്മതിച്ചിട്ടില്ല. ഒരു ഫാഷൻ കോർഡിനേറ്ററായ എന്റെ കാറിൽ എത്ര പേര് കയറി ഇറങ്ങുന്നുണ്ടാവും. ഇതുപോലെ ഓരോ കാരണങ്ങളും പറഞ്ഞ് മുന്നോട്ട് പോകാനാണെങ്കിൽ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? അളി അത് പറഞ്ഞത് ശരിയാ. എന്ത് ശരി? എന്ത് ശരിയാന്ന്? സ്നേഹ, ഏ? എന്ത് അനുകാട്ടിക്ക് സ്നേഹ. ശരിയാന്ന്? എനിക്കെന്തറിയാം? എന്ത് കാണിക്കണേ? നീ മിണ്ടായിരിക്കും. നീ എന്തറിഞ്ഞിട്ട് സംസാരിക്കണം? നിങ്ങളൊന്നും മിണ്ടണ്ട. ഈ ക്ലിപ്പ് ആരുടെയാ? ഇത് എന്റെ അല്ല. ഇപ്പൊ അളിയന്റെ സ്വഭാവം നിനക്ക് മനസ്സിലായില്ല? ഇവിടെ എന്താ പ്രശ്നം ചേച്ചി? എന്താ പ്രശ്നം? പ്രശ്നം എന്താണോ? ഈ ക്ലിപ്പ് തന്നെ പ്രശ്നം. ഇങ്ങനെ ഇന്നലെ തിരുവനന്തപുരത്ത് ഏതോ ഒരു മീറ്റിംഗിന് പോകാൻ പറഞ്ഞ് ഓഫീസിലുള്ള വേറെ ഏതൊരു പെണ്ണിന്റെ കാറിൽ കറങ്ങായിരുന്നു. ഇത് എന്റെ ക്ലിപ്പല്ല, വേറൊരാളുടെ ക്ലിപ്പ് എങ്ങനെയാണ്? എന്തൊക്കെയായി ചേച്ചി പറയണേ? നമ്മള് ലുലു മോളിൽ പോയപ്പോ അപ്പൂസ് എന്റെ തലേന്ന് എടുത്ത ക്ലിപ്പല്ലേ ഇത്? ഇത് എന്റെ ക്ലിപ്പാ. അനുപേട്ട ഞാൻ പറയട്ടെ. അനുപേട്ട പ്ലീസ് നിനക്ക് സമാധാനായില്ലേ? നിന്റെ ഓരോരോ സംശയങ്ങളാണ് ഈ വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നീ ഒന്നും പറയണ്ട. നീ കൊച്ചിനോട് ഇറങ്ങ്, കൊച്ചിനോട് നീ വന്നേ. നീ ഒന്നും പറയണ്ട. നടന്നേ. ഞാൻ പറയണത് മനസ്സിലാക്കണം മനു. മനു നിക്ക്. മനു, അനുപേട്ട. ഓന് ഇത് വെച്ച് കളിക്കട്ടാ. അമ്മ ഇപ്പൊ വരാം. ഓക്കെ അനുപേട്ട ഞാൻ പറയട്ടെ. അനുപേട്ട പ്ലീസ്. അനുപേട്ട പ്ലീസ് കേക്ക്. അനുപേട്ട പ്ലീസ്. അനുപേട്ട എന്നോടൊന്നും പറയണ്ട. ഒന്ന് കേക്ക്. അനുപേട്ട ഒന്ന് കേക്ക്. ഞാൻ പറയട്ടെ. അനുപേട്ട വാതിൽ തുറക്ക്. എന്ന് പറയട്ടെ. അനുപേട്ട എന്നാലും ഇത് ആരുടെ ക്ലിപ്പാ? നീ അല്ലേ പറഞ്ഞ നിന്റെ ക്ലിപ്പാണെന്ന്? മനുവേട്ടാ, അവര് തമ്മിൽ എന്ന് സംശയം അടിയല്ലേ. ഇനി ഇതിന്റെ പേരിൽ കൂടി വേണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ എന്റെയാന്ന് പറഞ്ഞേ. ഓ അതെന്തായാലും നന്നായി. സത്യത്തിൽ ഇത് ആരുടെ ക്ലിപ്പാ? നീ ഇനി അത് ആലോചിച്ച് തലമുണ്ടാക്കണ്ട. അളിയൻ ഫാഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതല്ലേ, അപ്പൊ ഒരുപാട് പേര് കാറില് കയറി ഇറങ്ങണതല്ലേ. നീ അത് ആലോചിച്ച് സംശയിച്ച് നിൽക്കണ്ട. അളിയനൊരു പാവാടി. എന്നാലും ഇത് ആരുടെ ഇരിക്കും? അനുപേട്ട ഞാൻ പറയട്ടെ. അനുപേട്ട പ്ലീസ്. അനുപേട്ട സോറി. അനുപേട്ട ഞാൻ പറഞ്ഞോട്ടെ പ്ലീസ്. കേക്ക്. അനുപേട്ട സോറി. അനുപേട്ട പ്ലീസ്. അനുപേട്ട സോറി. ഓഫീസിൽ വരുമ്പോ ഇതൊന്നും കാണാറില്ലല്ലോ. മറ്റുള്ളവരുടെ മുമ്പിൽ എന്തിനാ വെറുതെ ഒരു സംശയത്തിനിടയാക്കണേ? വൺസ് മോർ. ക്ലിപ്പ് അനുപേട്ട സോറി. ലേറ്റായി. ഞാൻ പോയിട്ട് വരാം. അനുപേട്ട വേഗം വരില്ലേ? ബേട്ടാ,
ലിപ്സ്റ്റിക് എന്താ തിന്നാണോ നീ? എന്താണ്? നിന്റെ ഒരു ലിപ്സ്റ്റിക് ഇടുതാ. വേണമെങ്കിൽ അനുപേട്ടാ, അനുപേട്ട വിട്. എന്തടി? ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? പിന്നില്ലാണ്ട്. ഈ ക്ലിപ്പ് ആരുടെയാ? ഞാൻ അറിയാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? നിന്നോട് ഞാൻ എന്ത് പറയാനാ? നീയും അവളെ പോലെ തുടങ്ങാണോ? നീയും എന്നെ സംശയിക്കണോ? ഇത്രയും പ്രശ്നം നിറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഏകാശ്വാസം നീയാണ്. സോറി അനുപേട്ടാ. മോനുറങ്ങിയ? നേരത്തെ ഉറങ്ങിയാലും കേട്ടാ. ഇതെനിക്ക് വാങ്ങിയതല്ലേ? എൻ്റെ അല്ല.